അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹീം സാഹിബ് കേൾക്കാമല്ലോ അല്ലേ? കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും പഴക്കവും തഴക്കവുമുള്ള മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്തയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയകളിലും മറ്റും നമ്മുടെ നാടുകളിലൊക്കെ ചർച്ചകളും പ്രതിഷേധ സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയകളിൽ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സ്ഥാനവും KMIC കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഈ സംഭവത്തിലുള്ള ഒരു പ്രതികരണം, ഒരു പ്രതിഷേധ സംഗമം നടക്കുകയാണ്. പ്രതിഷേധ സംഗമത്തിലേക്ക് താങ്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ചുകൊണ്ട് മാതൃഭൂമിയിൽ വന്ന റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടു. യഥാർത്ഥത്തിൽ കാര്യങ്ങളുടെ സ്ഥിതി അല്പമെങ്കിലും മനസ്സിലാക്കുന്നതിന് പകരം മുൻ ധാരണ വെച്ച് വിരോധം വെച്ചുകൊണ്ട് ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു സമുദായ നേതൃത്വത്തെ അപഹസിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ബോധപൂർവം നടത്തിയിട്ടുള്ളത്. ഇത് ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തുന്ന കാര്യമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നയങ്ങളുമായിട്ട് പോകുന്ന പത്രം ബഹിഷ്കരിക്കുക എന്നതാണ് അവർക്ക് ചെയ്യാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് 40 വയസ്സുണ്ടായിരുന്ന ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത്. ആ ഖദീജ ബീവി ജീവിച്ചിരിക്കുന്ന കാലത്തോളം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. 52-53 വയസ്സ് വരെ പിന്നെ ഈ 40 വയസ്സായിരുന്ന വിധവ 2 തവണ വിവാഹം ചെയ്യപ്പെട്ട ഖദീജ ബീവിയുമായിട്ട് വിവാഹം ചെയ്ത് അതിലാണ് ജീവിച്ചു പോന്നിട്ടുള്ളത്. എന്നിട്ട് ആ രൂപത്തിലുള്ള വസ്തുതകളൊക്കെ മറച്ചു വെച്ച് ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകുന്നത് ഏതായിരുന്നാലും ഒരു പത്രത്തിനും ഗുണകരമല്ല എന്ന് മാത്രമാണ് അത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ ഏതെങ്കിലും ആളുകൾ അവരുടെ ദുഷ്ട മനസ്സിൽ നിന്ന് എന്തെങ്കിലും പ്രചരണങ്ങൾ നടത്തുന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമോ സ്നേഹമോ അല്പമെങ്കിലും കുറയാൻ പോകുന്നില്ല എന്ന് അവർ മനസ്സിലാക്കണം. അതോടൊപ്പം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും വരുന്നത് മറ്റുള്ള ആളുകൾക്ക് കൂടി ഇതിന്റെ സത്യാവസ്ഥ പഠിക്കാനുള്ള ഒരു അവസരം ആകണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. എല്ലാ ചരിത്രകാരന്മാരും വേണ്ടുവോളം പഠിക്കുകയും മനസ്സിലാക്കുകയും ലോകത്തിലെ പ്രഥമ നേതൃത്വത്തിനും ലോകത്തിനെ സ്വാധീനിച്ചതുമായ ആളുകളെ 100 ആളുകളുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന സമയത്ത് ഒന്നാമനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൽകുകയും ചെയ്തത് മുസ്ലിങ്ങളായിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ രൂപത്തിലുള്ള പഠിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും നിഷ്കളങ്കമായ മാതൃകായോഗ്യമായ ലോകത്തിനെ നയിക്കാൻ പര്യാപ്തമായ ലോകത്തിനെ പരിവർത്തിപ്പിക്കാൻ പറ്റുന്ന നിയമസംഹിത നൽകിയ മഹാവ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അംഗീകരിക്കുകയും അത് പ്രഖ്യാപിക്കുകയും രേഖപ്പെടുത്തുകയും ബുക്കെഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിൽ ഒരു വിവരവുമില്ലാത്ത മടയന്മാര് നബി തങ്ങളെ മനസ്സിലാക്കുകയോ വിലയിരുത്തുകയോ ചെയ്യാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഹീനമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നവരെ കരുതിയിരിക്കണമെന്നും അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന പത്രങ്ങളെ സമുദായം ബഹിഷ്കരിക്കേണ്ടതാണെന്നും ഈ സമയത്ത് അപേക്ഷിക്കുന്നു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ഛിദ്രതയും ആശയക്കുഴപ്പവും സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത്തരം വിഷയങ്ങളിൽ പ്രതിഷേധം അനിവാര്യമാണ്. അതിനുവേണ്ടി മുൻകൈയെടുത്ത ക്ലാസ് റൂമിനെ അഭിനന്ദിക്കുന്നു.